ചെറുപ്പത്തിലെ കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും സുഖമായി സന്തോഷമായി ജീവിക്കുമ്പോൾ പെട്ടെന്ന് ഭർത്താവ് മരിച്ചു പോയാൽ ആ ഭാര്യ എന്ത് ചെയ്യും? അവർ വേറെ കല്യാണം കഴിക്കുകയാണോ വേണ്ടത്? അതെ, കല്യാണം കഴിക്കാണ്ട് ആ ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ചെയ്യേണ്ടത്? ഇത് വലിയൊരു ചോദ്യചിഹ്നമാണ്. എല്ലാവർക്കും എല്ലാം സാധിച്ചൊന്നും വരില്ല. ചിലപ്പോൾ ഭർത്താവിനോട് അമിതമായ സ്നേഹമുള്ള ആൾക്കാർ പെൺകുട്ടികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണമേ വേണ്ട എന്ന് വിചാരിച്ചിരിക്കും. ചിലവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്തി ചത്ത് കട്ടിലൊടിയാൻ കാത്തിരിക്കുന്ന പോലെ വേഗം കല്യാണം കഴിക്കും. ഇത് ചത്തുപോയത് നന്നായുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ വേലി ചാടുന്ന ആൾക്കാർ ഇനിയിപ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ആവശ്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? അതാണ് ഇന്നത്തെ കഥ. മക്കളെ, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നിങ്ങളാരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന വിഷയത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യമായിട്ട് ഈ കഥ കേൾക്കണം. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഒരു ആമുഖം പറഞ്ഞത് മാത്രമേ. എന്തായാലും നിങ്ങൾ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ. ഭയങ്കര സ്നേഹ ഭാര്യയും ഭർത്താവും, രണ്ടുപേർക്കും ജോലിയുണ്ട്. ഭാര്യ വെച്ചിട്ടുണ്ടെങ്കിൽ IT കമ്പനിയിൽ, ഗേളി എന്നാണ് പേര്. അങ്ങനെ ഒരു സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ആ ലവ് മാരേജും കൂടി ആയ കാരണം ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെ ജീവിക്കുന്ന അവർ സ്വന്തമായിട്ടൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവരവിടെ ജീവിക്കുന്നു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാർ ആക്സിഡൻറ്റിൽ നമ്മുടെ ഗേളിയുടെ ഭർത്താവ് മരിക്കുന്നത്. അത് അവൾക്ക് ഭയങ്കര ഷോക്കായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അത്രയും ആത്മാർത്ഥ സ്നേഹമായിരുന്നു. ദൈവത്തിന് സഹിച്ചിട്ടുണ്ടാവില്ല. അധികം സ്നേഹിച്ച് ജീവിക്കുന്നവരെ ദൈവം അപ്പം മതി, നിനക്ക് നിൻ്റെ റോള് കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വന്നോ, നിങ്ങൾക്ക് വേറൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കും. മറ്റുള്ളവർക്ക് കുറേ അസൂയ തോന്നിയാലും മതി. അങ്ങനെ ഗേളിയുടെ ഭർത്താവിനെ അങ്ങോട്ട് വിളിച്ചു. ഇവൾക്ക് വെച്ചാൽ ഭയങ്കര സങ്കടമായി. ഇവള് പിന്നെ ഈ ഭർത്താവിൻ്റേതായുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് വെച്ച്, ഭർത്താവിൻ്റെ വലിയ ഫോട്ടോ വെച്ച്, എന്നും അവിടെ വിളക്ക് കത്തിച്ച്, എന്നും പൂവ് മാറ്റി മാറ്റി വെച്ച് അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഇരുന്നിട്ട് നമുക്ക് ജോലിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ജോലിക്കും പോയി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛനമ്മയും വന്നിട്ട് പറഞ്ഞു, മോളെ, നീ ഇങ്ങനെ ജീവിച്ചാൽ ശരിയാവില്ല, നീ ചെറുപ്പമാണ്, നീ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. വേറെ രണ്ടാമത് അപ്പോൾ അച്ഛനമ്പോഴും പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതേ, ഞാൻ എൻ്റെ ചേട്ടനെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് വേറൊരാളായിട്ട് ബെഡ് ഷെയർ ചെയ്യാൻ പറ്റില്ല. എൻ്റെ മനസ്സിലും ശരീരത്തിലും രക്തത്തിലെല്ലാം അലിഞ്ഞു ചേർന്നിരിക്കുന്ന എൻ്റെ ചേട്ടൻ. അപ്പോൾ അതുകൊണ്ട് എന്നോട് വേറെ കല്യാണം കഴിക്കാൻ പറയണ്ട, ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കാനാണ് തീരുമാനം. അപ്പോൾ അവളുടെ അച്ഛനമ്മയ്ക്ക് ഒരുപാട് വിഷമമായി. അവർ തിരിച്ചു പോയി. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാച്ചാൽ വരാറുമില്ല. അപ്പോൾ അങ്ങനെ പോയി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര പിരിമുറുക്കം, മാനസികമായിട്ടുള്ള ഭയങ്കര ഒരു ടെൻഷൻ. ഇതിൻ്റെ ചെറുപ്പമാണല്ലോ, നമ്മുടെ ശരീരം എന്ത് എപ്പോൾ ആഗ്രഹിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവളുടെ ശരീരം ഒരുപാട് ആഗ്രഹിക്കുന്നു. ഇവർ കഴിഞ്ഞു പോയുള്ള കുറേ ബെഡ് സീനുകളും ഒരു പരിപാടി ചെയ്തോടുന്നൊക്കെ വെള്ളം ഓർമ്മയിൽ വരുമ്പോൾ ആളില്ലല്ലോ എന്ന് വിചാരിച്ച് കാര്യമില്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ഇവൾക്ക് പല രാത്രികളും ഉറക്കം നഷ്ടപ്പെട്ടതോടുകൂടി ഇപ്പോൾ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയംഭോഗത്തിൽ കടന്നു. സ്വയംഭോഗത്തിൽ കടന്നിട്ട് അവൾക്ക് അത് സുഖമായിട്ട് ഇഷ്ടമായിട്ട് തോന്നുന്നില്ല. അതൊക്കെ അവൾ ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ മാത്രം അതൊക്കെ കാണുന്നുള്ളൂ. ശരീരം തമ്മിൽ ഒട്ടിക്കിടന്ന് അതിൻ്റേതായുള്ള ബന്ധപ്പെടുമ്പോൾ ഉള്ള സുഖമൊന്നും സ്വയംഭോഗം ചെയ്യുമ്പോഴും കിട്ടില്ല. ഇനിയിപ്പോൾ വേറെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചാലും കിട്ടില്ല. അങ്ങനെ അവൾ അതിൽ നിന്നൊക്കെ സ്വയംഭോഗത്തിൽ നിന്നൊക്കെ അവൾക്ക് വെറുത്ത് മാറി. അങ്ങനെ അവൾക്ക് ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയുണ്ട് ഓഫീസിൽ. എല്ലാ സംഭവങ്ങളും അവളോട് പറഞ്ഞു. അവളോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ, നീ ഇങ്ങനെ ഉറക്കമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുക കഴിഞ്ഞാൽ ശരിയാവില്ല, നീ ഒരു ഡോക്ടറെ കാണും. ആ ഡോക്ടർ നിന്നോട് എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നീ കാര്യങ്ങൾ നിൽക്കുക. അല്ലെങ്കിൽ നിൻ്റെ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഭ്രാന്ത് പിടിക്കും. കല്യാണം ചെയ്യാൻ പറഞ്ഞാൽ നീ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നീ ഒരു ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ അവളൊരു ഡോക്ടറെ കാണാൻ പോവുക. ഒരു കൗൺസിലിങ്ങും ഡോക്ടറും അയാളുടെ ആളെ പോയി കണ്ടിട്ട് ചോദിച്ചു. ഉള്ള എല്ലാ പ്രശ്നങ്ങളും ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തു. ഡോക്ടർ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, താങ്കൾക്ക് വേറൊരു കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത നിലയ്ക്ക്, താങ്കൾക്കിങ്ങനെ ബന്ധപ്പെടണം എന്നുള്ള ആഗ്രഹമുള്ള നിലയ്ക്ക് നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഒരാളെ കണ്ടെത്തുക. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തിയിട്ട് അയാളായിട്ട് ബന്ധപ്പെടുക. അതാണ് ഇതിൽ ഏറ്റവും വലിയ സൊല്യൂഷൻ, ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ഉള്ളത്. ഇതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ ഡോക്ടറോട് ഉള്ള ഒറ്റ ചോദ്യം ചോദിച്ചോളൂ, ഡോക്ടറെ എന്താ സംബന്ധം പറയണത്? ഞാനൊരു വേറെ ആളെ അടുത്ത് പോയി ബെഡ് ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കാത്തത്.
നമ്മളെന്താ മൃഗങ്ങളാണോ ഡോക്ടർ എന്ന് ചോദിച്ചു. ഡോക്ടർ ചെറിച്ചിട്ട് പറഞ്ഞേ, അതെ, ഈ പരിപാടിയുടെ സമയത്ത് കാര്യത്തിലും ഈ സെക്സ് ചെയ്യേണ്ട കാര്യത്തിലൊക്കെ നമ്മളെപ്പോഴും മൃഗങ്ങൾ തന്നെയാണ്. മൃഗങ്ങളെക്കാൾ ഒട്ട് പിന്നിലല്ല മനുഷ്യരും. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അതിപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ശരീരത്തിന് ആവശ്യപ്പെടുന്ന എന്താണോ അത് നമ്മൾ കൊടുക്കുക. നമുക്കിപ്പോൾ വിശക്കുമ്പോൾ ചോറുണ്ണണ്ടേ? ആ ചോറുണ്ണാണ്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരില്ല, മാനസിക പ്രശ്നങ്ങളുണ്ടാവും, ശരീര പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പരിപാടി ചെയ്യുന്ന കാര്യങ്ങളും. അത് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഭ്രാന്തി വരും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഒരാളെ കണ്ടെത്തിയിട്ട് നിങ്ങൾ അവരായിട്ട് ബെഡ് ഷെയർ ചെയ്യുക, അവരായിട്ട് സുഖിക്കുക, അവരായിട്ട് പരിപാടി ചെയ്യുക. അപ്പം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറഞ്ഞു. പുള്ളിക്കത് കേട്ടപ്പോൾ അത്ര അങ്ങോട്ട് സുഖിച്ചില്ല. ഇവള് വന്നിട്ട് ഇവള് കൂട്ടുകാരോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഡോക്ടർ പറയണത് എന്താ, വേറൊരാളെ കണ്ടിട്ട് നമ്മൾക്ക് നമ്മുടെ പരിപാടി എന്നുള്ളതാണ് പറയണത്. സാധനം അവർ കയറ്റോട്ടെ, നമുക്ക് രണ്ടാൾക്കും സുഖമായിട്ട് കിടക്കാം എന്ന് പറയണത്. എനിക്ക് സ്നേഹിക്കാത്ത ഒരാളെ കൂടെ എങ്ങനെയാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങുക? അപ്പോൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞ് കറക്റ്റാണ്. നിൻ്റെ ഈ മാനസികാവസ്ഥയ്ക്ക് ഇപ്പം നിനക്ക് സ്വയംഭോഗം ചെയ്യാൻ നിനക്ക് പറ്റുന്നില്ല, വേറൊരാളെ ഏറ്റെടുക്കാനും പറ്റുന്നില്ല, വേറൊരാളെ കല്യാണം കഴിക്കാനും പറ്റുന്നില്ല. എന്നാൽ നിനക്ക് മാനസിക വിഭ്രാന്തി, എൻ്റെ ശരീരത്തിൽ കൂടെ എന്തെങ്കിലും ഒരാൾ പരിപാടി ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യാനാ? നിനക്കൊരു കാര്യം ചെയ്യാം. ഞാൻ നിനക്ക് ഒരു എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, നമ്മുടെ ആണുങ്ങളുടെ അണ്ടി പോലെയുള്ളൊരു സാധനമാണ്. അത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് നിനക്ക് വേണമെങ്കിൽ തരാം. ഇതിപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ ഈ കൊണ്ടുവരുന്ന ആൾക്ക് പോലും അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ എന്താ സാധനം എന്നുള്ളത്. അപ്പോൾ നീ അതൊന്ന് ഉപയോഗിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിനക്ക് നിർബന്ധം ചെയ്യാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം ഓർഡർ ചെയ്ത് കൂട്ടുകാരി ഇവൾക്ക് കൊടുത്തു. ഇവളത് കൊണ്ടുപോയി രാത്രി അതുകൊണ്ടൊന്ന് പെരുമാറി. പക്ഷെ അവൾക്ക് തീരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഈ സാധനം കൊണ്ട് ഇറിറ്റേഷൻ വന്നു. ആ സാധനം അപ്പനെ കത്തിച്ച് കളഞ്ഞു. പിറ്റേ ദിവസം കൂട്ടുകാരി ചോദിച്ചു, എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാ? പറഞ്ഞു, അതെ, നമ്മൾക്ക് ഈ ആണുങ്ങൾ ചെയ്യുന്ന പോലെയുള്ള സുഖമൊന്നും അതിന് കിട്ടില്ല. നമ്മുടെ കൈവരലിടുന്ന പോലെ സുഖം പോലും അതിന് കിട്ടുന്നില്ല. ഞാനത് അപ്പം തന്നെ എടുത്ത് കത്തിച്ച് കളഞ്ഞു. അതൊന്നും ശരിയാവില്ല, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നീ ഒരാളെ കണ്ടെത്ത്. നമ്മുടെ അടുത്ത മാനേജറില്ലേ, ഓഫീസിലെ മാനേജർ, അദ്ദേഹം ഇത്തിരി കോഴിയാണ്. അദ്ദേഹത്തിനൊന്ന് വിളിച്ചു നോക്കുക, അദ്ദേഹത്തിനൊന്ന് ഇടപഴകുക നീ. അപ്പോൾ അദ്ദേഹം നിനക്ക് ഈ പരിപാടിയൊക്കെ ചെയ്തു തരുമെന്ന് പറഞ്ഞു. അയ്യോ, അത് വേണ്ട, എനിക്ക് പരിചയമുള്ള ആൾക്കാരൊന്നും വേണ്ട, അയാളൊക്കെ വൃത്തികെട്ടവനാളൊക്കെ എന്ന് പറഞ്ഞു. ശരി, അന്നേരം ഈ ഒരു കാര്യം ചെയ്യും, ഈ ഒരു ഡേറ്റിംഗ് ആപ്പ് നീ ഇൻസ്റ്റാൾ ചെയ്യും. അതിൽ നല്ല നല്ല ആൾക്കാരെ കിട്ടും. അപ്പോൾ അതിലൊരാളെ, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, നീ സംസാരിച്ച് ഇഷ്ടപ്പെട്ട ഒരാളെ നീ വിളിച്ച് പരിപാടി ചെയ്യിച്ചോ, നിനക്ക് കളിച്ചോ. അയാൾക്കും കുഴപ്പമില്ല, നിനക്കും കുഴപ്പമില്ല, വേറൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു സംഭവമെന്ന് പറഞ്ഞു. അവൾ തന്നെ, കൂട്ടുകാർ തന്നെ ഒരു ഡേറ്റിംഗ് ആപ്പ് കയറ്റി കൊടുത്തു. അങ്ങനെ ഡേറ്റിംഗ് ആപ്പ് കയറ്റി കൊടുത്തു. ഇപ്പോൾ വീട്ടിലാച്ച രാത്രി 10 മണിക്ക് ഉറങ്ങാൻ പറ്റില്ല, 12 മണിക്ക് ഉറങ്ങാൻ പറ്റില്ല, 1 മണിക്ക് ഉറങ്ങാൻ പറ്റില്ല, 2 മണിക്ക് ഉറങ്ങാൻ പറ്റില്ല, പിന്നെ 1 മണിക്കൂർ തന്നെ ഉറക്കി കിട്ടിയാലായി. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവൾ വൈകുന്നേരം എന്താണെന്ന് വെച്ചാൽ ഡേറ്റിംഗ് ആപ്പ് അതിലേക്ക് അവൾ തുറന്നു നോക്കിയിട്ട് കുറച്ച് ആൾക്കാരെ, പറ്റിയ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഒന്ന് മെസ്സേജ് കൊടുത്തു. ആരെങ്കിലും റിപ്ലൈ ചെയ്യട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളിങ്ങനെ ഒരു ദിവസം ഇവൾ എന്നും ഭർത്താവിൻ്റെ ഫോട്ടോൻ്റെ മുമ്പിൽ പോയി കുറേ പൂക്കൾ കൊണ്ടുവയ്ക്കും. അപ്പോൾ ആ പൂക്കൾ മേടിച്ച് ഇവൾ പാർക്കിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ആ സിമെൻറ്റ് തറയിലപ്പുറത്ത് പൂക്കൾ വെച്ചിട്ട് ഇവളിങ്ങനെ ആലോചിച്ചിരിക്കുക. എന്തോ ആലോചിച്ച് അവൾ ആ പൂക്കൾ മറന്നിട്ടാണ് നടന്നു പോവുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റിംഗ് ആപ്പിൻ്റെ ഓരോ ആൾക്കാർ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള ചിന്തകളും പേടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് മറന്നു പോയോടുകൂടിയിട്ട് വേറൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അതെ, നിങ്ങളുടെ പൂവാണ് അവിടെ മറന്നു വെച്ചോളൂ, ഇത് പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അയാൾക്കൊരു താങ്ക്സ് പറയാനായിട്ട് നിൽക്കാനായിട്ട് കാത്തു നിൽക്കാണ്ട് അയാൾ നടന്നു പോവുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പൂക്കളം കൊണ്ടുപോയി പൂക്കളം മാറ്റി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ ഓഫീസിൽ വെച്ചിട്ട് ഉള്ള കേബിനിലേക്ക് മാനേജർ വരികയാണ്. മാനേജർ വന്നിട്ട് പറഞ്ഞു, അതെ ഗേളി, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, നിനക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ, നിനക്ക് വണ്ടിയുടെ ആവശ്യമുണ്ടോ, ഞാൻ തരാം, അതാരും അറിയില്ല, നിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കുന്നു, അതുകൊണ്ട് ഞാനിത് പറയണമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യമായി. അയാളെ ഷൗട്ട് ചെയ്തു, അയാൾ വഴക്ക് പറഞ്ഞ് അയാളെ വേഗം ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ മാനേജരോട് ഈ കൂട്ടുകാരി തന്നെ പറഞ്ഞേ, ഈ മാനേജർ കൂട്ടുകാരോട് ഇടയ്ക്കിടയ്ക്ക് വരും, നിങ്ങൾ തൊട്ട് ഏത് നേരം ഈ കുണു എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്, അതല്ല, ഉള്ള മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാനേജരോട് പറഞ്ഞു. അപ്പോൾ മാനേജർ ഈ
നമ്മുടെ പാർസൽ മേടിച്ചതും ആണുങ്ങളുടെ ലിംഗം പാർസലായിട്ട് ഓൺലൈനിൽ മേടിച്ചതും അവൾക്ക് കൊടുത്തതും അവൾ കത്തിച്ച് കളഞ്ഞതൊക്കെ ഈ കൂട്ടുകാരി മാനേജരോട് പറഞ്ഞു. മാനേജർക്ക് അത് കേട്ടപ്പോൾ എന്തായാലും ഇവൾ കിട്ടും എന്ന് പ്രതീക്ഷയിലാണ് മാനേജർ മുട്ടിയത്. പക്ഷെ അവൾ കിട്ടിയില്ല. അവൾക്ക് അങ്ങനെ ആ മാനേജറോട് ചിലർക്ക് ചില ഒരു താല്പര്യങ്ങളുണ്ട്. ചില ആണുങ്ങളെ കണ്ടാൽ ചില പെണ്ണുങ്ങൾക്ക് ഭയങ്കര താല്പര്യം വരും. അവർ എന്തൊക്കെ കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ ബുദ്ധിമുട്ടിയാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അവർ വിളിച്ച് കളിപ്പിക്കും. ആ കാര്യം വേറെയാണ് എന്ന് വിചാരിച്ചിട്ട് അവരെ എത്തിക്ക് ഞാൻ ചെന്നിട്ട് കാര്യമൊന്നുമില്ല, അവർ നമ്മളെ തല്ലി ഓടിക്കും. അതാണ് സ്ഥിതി. പെണ്ണുങ്ങൾക്കൊക്കെ ചില ഒരു ചോയ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മാനേജറെ ഓടിച്ചു. എന്നിട്ട് കൂട്ടുകാരിയോട് പറഞ്ഞു, ഞാൻ ഇയാൾ എന്നെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ പറഞ്ഞു, എന്തായാലും കുഴപ്പം, നിനക്കിപ്പോൾ ഒന്നും സെറ്റായിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് അയാളെ ഇഷ്ടമല്ല, അയാളൊരു തെമ്മാടിയാണ്, അയാളെല്ലാം പെണ്ണുപിടിയനാണ്, അയാൾ എനിക്ക് വേണ്ട. പറഞ്ഞു, ഡേറ്റിംഗ് ആപ്പിൽ ആരെങ്കിലും ശരിയായോ? ഡേറ്റിംഗ് ആപ്പിൽ ഒരാൾ ശരിയായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ അയാളായിട്ട് ഇപ്പോൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ നീ എത്രയും പെട്ടെന്ന് ആളെ വിളിക്ക്. വീട്ടിലാണോ അതോ ഹോട്ടലിൽ പോവുകയാണോ ചെയ്ത്? അല്ല, വീട്ടിൽ വന്നാൽ മതി, അതാണ് എനിക്ക് സൗകര്യം എന്ന് പറഞ്ഞു. എന്നാൽ നീ ആളെ വിളിക്ക്, അത് കാണാനൊക്കെ ബെറ്ററാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഡേറ്റിംഗ് ആപ്പിൽ കിട്ടിയ ആ ചെറുപ്പക്കാരനായിട്ട് വിളിച്ച് ചാറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇവളുടെ ആവശ്യം പറഞ്ഞു. അപ്പോൾ അയാളുടെ ആവശ്യം അത് തന്നെയാണ്. അപ്പോൾ ഇവള് പറഞ്ഞു അടുത്ത ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം അയാൾ ആ ചെറുപ്പക്കാരൻ ഇവളുടെ വീട്ടിൽ വരണം. വീട്ടിൽ വന്നപ്പോൾ ഒരു ചെറിയ പേടിയുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല, നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ നടക്കുമല്ലോ. പിന്നെ കുറച്ച് നാളത്തേക്ക് അങ്ങനെയാണ് പോട്ടെ, ഇടയ്ക്കൊന്നൊരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം കിട്ടിയാലും മതിയല്ലോ. ഇത് ഉണ്ടെന്ന് പറഞ്ഞൊരു സമാധാനം കിട്ടിയാൽ, ആരെങ്കിലും പരിപാടി തരാൻ ഉണ്ടെന്ന് പറഞ്ഞ സമാധാനം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ അധികം വികാരം വരില്ല. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നേരം വികാരം വന്നുകൊണ്ടിരിക്കും. പാത്രമില്ലല്ലോ, പാത്രം നമുക്ക് തന്നെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം. അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ചെയ്യണ്ടല്ലോ. അങ്ങനെ വന്നു, ഡേറ്റിംഗ് ആപ്പുകാരും വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഡേറ്റിംഗ് ആപ്പുകാരന് ഭക്ഷണം കൊടുത്തപ്പോൾ ഡേറ്റിംഗ് ആപ്പുകാരൻ ആ ടേബിളിൽ വന്നിരുന്ന ആ കസേരയിൽ നിന്ന്, അയ്യോ ആ കസേരയിൽ ഇരിക്കരുത്, അതെൻ്റെ ഭർത്താവ് ഇരിക്കുന്ന കസേരയുണ്ട്, അതിലിരിക്കരുതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഏൽപ്പിച്ചു. വേറെ ചെയർമീരുത്തി അയാൾക്ക് ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇയാൾ നേരിട്ട് ബെഡ്റൂമിൽ പോയി. ബെഡ്റൂമിൽ കയറിപ്പോൾ ഇവിടെ വിളിച്ചപ്പോൾ ഇയാളവിടെ ഇരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, അയ്യോ ഈ ബെഡിൽ വെച്ചിട്ട് നമുക്ക് പരിപാടി ചെയ്യണ്ട. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഒരുപാട് പരിപാടി ഇതിൽ വെച്ച് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞാൽ നമുക്ക് പുറത്ത് റൂം എടുത്താൽ പോരാ, നിനക്ക് എല്ലാ കാര്യത്തിലും ഇങ്ങനെ നൊസ്റ്റാൾജിയ വരികയെന്ന് പറഞ്ഞു. അല്ല അതല്ല, നമുക്ക് ഹാളിൽ കിടന്ന് പരിപാടിയാന്ന് പറഞ്ഞു. അങ്ങനെ ഹാളിൽ വന്നു സോഫയിൽ കിടന്ന് പരിപാടിയാന്ന് വിചാരിച്ചപ്പോൾ അയ്യോ ഞങ്ങൾ എപ്പോഴും ഇവിടെ ഇരുന്ന് ടി വി കാണുന്നതും വളരെ തമാശകൾ പറഞ്ഞ് ചെറുക്കണ സ്ഥലം, ഇവിടെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ എന്നാൽ പിന്നെ വേറെ എവിടെയും പോകണ്ടേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോട്ടോയിലും നോക്കിയപ്പോൾ പിന്നെ അതിൻ്റെ പൂവ് ഇയാൾ വരുന്ന തിരക്കിൽ ആ പൂവ് അന്ന് മാറ്റാൻ 2 ദിവസമായിട്ട് മാറ്റാൻ മറന്നിരിക്കുന്നു. അത് കണ്ടപ്പോൾ അതിനേക്കാളും വിഷമമായി. അയാളിതൊക്കെ ഇരുന്ന് കാണുന്നുണ്ടല്ലോ എന്നൊരു ടെൻഷൻ. അപ്പോൾ വന്ന ആൾ പറഞ്ഞ്, നിങ്ങൾ ഒരുപാട് ടെൻഷനാണ്, നിങ്ങൾ ഭർത്താവിനെ സ്നേഹിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി വേറെ പുരുഷനായിട്ട് ഒന്ന് പരിപാടി ചെയ്യാൻ നിങ്ങളുടെ ശരീരം ആഗ്രഹിച്ചാലും നിങ്ങളുടെ മനസ്സത് ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് അതിലൊരു എൻജോയ്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇനി എപ്പോഴെങ്കിലും ആവാം, ഞാൻ എന്തായാലും ഇവിടെ വരുന്നില്ല എന്ന് പറഞ്ഞ് ആ നല്ല മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഈ കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം കൂട്ടുകാരിയോട് പറഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, ഇപ്പോൾ അത് നിനക്ക് ഇത് പറ്റിയില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ഇവിടെയുള്ള ആരെങ്കിലും ഒരാൾ നീ കണ്ടെത്ത്, അതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴുള്ള ഒരു ദിവസമാണ് ഇതുപോലെ തന്നെ ആ പൂവ് കൊണ്ടുവരുമ്പോൾ പാർക്കിൽ വെച്ചിട്ട് പൂവ് മറന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പൂവ് കൊടുത്തല്ലോ. ആ ചെറുപ്പക്കാരൻ അവിടെ കണ്ടത്, അയാളുടെ പേര് അരുൺ എന്നാണ്. അദ്ദേഹം ഇവിടെ വീണ്ടും കണ്ടപ്പോൾ ഇവർ ഇതുപോലെ തന്നെ പാർക്കിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ഇവള് നടക്കാൻ പോകുമ്പോഴൊക്കെ ഇയാളെ കാണണം. അപ്പോൾ ഇയാളെ കണ്ടപ്പോൾ ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു മാനസിക അടുപ്പം അയാളോട് അങ്ങനെ മാനസിക അടുപ്പം വെച്ച് ഒരു ദിവസം പരിചയപ്പെട്ടു, അയാളും പരിചയപ്പെട്ടു, ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്സായി. അപ്പോൾ ഈ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാരോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അധികം ഫ്രണ്ട്സായിട്ടും വലിയ കാര്യങ്ങളായിട്ട് നടക്കണ്ട, നീ നിൻ്റെ ആവശ്യം അത്രയും പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയട്ടെ എന്ന് വിചാരിച്ചാൽ അയാൾ പറഞ്ഞൊന്നും വരില്ല, നിൻ്റെ ആവശ്യം നീ പറഞ്ഞോ, നിനക്ക് ആവശ്യം എന്താണ്, അയാളത് ആഗ്രഹിക്കുന്നുണ്ടാവും, നീ പറയുമ്പോൾ ആൾക്ക് സന്തോഷം വരുള്ളൂ. എന്നാൽ ഈ അരുണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു ബിസിനസ് മാനാണ്. അതുപോലെ തന്നെ അയാളുടെ ഭാര്യ അയാൾക്ക് ഇഷ്ടപ്പെടാണ്ട് കല്യാണം കഴിച്ചിട്ടുള്ളതാണ്. വീട്ടുകാർ തല്ലിയപ്പിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള ഇയാളുടെ ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഇല്ല. ഇയാൾ ചെല്ലുമ്പോൾ ഇയാൾക്ക് എന്നും ഒരു തമ്മിൽ വഴക്കാണ്. എപ്പോഴെങ്കിലും ഒന്ന് പരിപാടിക്ക് രാത്രി പിടിച്ചാൽ തന്നെ ഭാര്യ പറയും, നിങ്ങൾ ഈ കയറ്റാൻ മാത്രമായിട്ട് എന്നെ പിടിക്കാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് 24 മണിക്കൂർ എന്നെ സ്നേഹിക്കാൻ പറ്റാച്ചാൽ മാത്രം ഇത് കയറ്റാൻ വന്നാൽ മതി, എനിക്ക് നിങ്ങൾക്ക് പരിപാടി ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഏറ്റുപോവുകയൊക്കെ ചെയ്യും. ഇയാൾക്ക് പോലെ ഒരുപാട് വിഷമങ്ങൾ. അയാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മിംഗ്ലിംഗ് ഒന്നുമില്ല.
അങ്ങനെ ഇരിക്കുന്നതാണ് ഈ അരുണിൻ്റെ കഥാപാത്രം. അരുണിൻ്റെ കുടുംബം അങ്ങനത്തെ ഭാര്യയും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവളായിട്ട് ഗേളിയായിട്ട് ഇയാളായിട്ട് നല്ല കണക്ഷനാവണത്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ കൂട്ടുകാരിയുടെ നിർബന്ധം കൊണ്ട് നീ അവളോട് വിളിച്ച് സംസാരിക്കുകയും നമുക്ക് പരിപാടി നമുക്ക് നടക്കണം, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്താനാണ് ഇയാൾ. അല്ലാണ്ട് ഇയാളെ പ്രേമിക്കാനോ സ്നേഹിക്കാനോ കല്യാണം കഴിക്കാനോ അല്ല നീ പ്രതീക്ഷിക്കുന്നത്. നിനക്ക് എപ്പോഴാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പരിപാടി തരാൻ കയറ്റി തരാനായിട്ടൊരാൾ, അത്രയല്ലേ നീ ആഗ്രഹിക്കുന്നുള്ളൂ. അത് നീ ആളോട് തുറന്ന് പറഞ്ഞു. അയാൾക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് വേറെ ആളെ നോക്കണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ അരുണിനെ ഗേളി വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ അരുൺ പറഞ്ഞു, ആ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അല്ല നമുക്ക് നേരിട്ട് സംസാരിക്കില്ല, അല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്നാൽ ശരി ഞാൻ മെസ്സേജ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ മെസ്സേജ് ചെയ്യുന്നു, എനിക്ക് അരുണായിട്ട് എനിക്ക് ബെഡ് ഷെയർ ചെയ്യാനൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ്. ആ മെസ്സേജ് കിട്ടിയോട് കൂടിയിട്ട് പിന്നെ അയാളുടെ ഒരു റിപ്ലൈയും ഇല്ല. ഇവിടെ കാലത്ത് ജോഗിങ്ങിന് പോകുമ്പോൾ നടക്കുമ്പോൾ പോലും ഈ അരുൺ തിരിഞ്ഞു നോക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ഇവൾക്ക് ആകെ ചമ്മലായി, വിഷമായി, സങ്കടമായി. അത് വന്നിട്ട് കൂട്ടുകാരോട് പറയും. അപ്പോൾ ഇയാൾ ഇങ്ങനെയാണ് ഉണ്ടായത്. ഒരു വാക്ക് പോലും തിരിച്ച് നോന്നോ അല്ലെങ്കിൽ ചെയ്യാന്നോ അയാൾ പറഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്യാനീ, ഞാൻ പറഞ്ഞു തന്നെ എനിക്ക് നാണക്കേടായി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കൂട്ടുകാരിക്കും വിഷമമായി. ഇങ്ങനെയുണ്ട് പുരുഷന്മാർ. അപ്പോൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ആളോട് സംസാരിക്കുക, അല്ലാണ്ട് ഇപ്പോൾ ഇത് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതുപോലെ തന്നെ ജോഗിങ്ങിന് വന്നപ്പോൾ ഗളിയുടെ അടുത്തേക്ക് വന്നു. അരുൺ ചെന്നിട്ട് പറഞ്ഞു, അരുണിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഗേളി പറഞ്ഞു, അതേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചു. അത് ഞാനൊരു മോശം പെണ്ണായിട്ടോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി നടക്കുന്നൊരു പെണ്ണായിട്ടോ അല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ എന്നോട് പ്രേമിക്കാൻ ഞാൻ പറഞ്ഞില്ല. എൻ്റെ ഒരു ആവശ്യം, അതെനിക്ക് നിർബന്ധമായ കാരണമാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അരുൺ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ നല്ലൊരു സുഹൃത്തായിട്ടാണ് കണ്ടത്. ഒരിക്കലും എനിക്ക് ഭാര്യയുണ്ട്, ഒരിക്കലും ഞാൻ അങ്ങനെ നിങ്ങളെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എനിക്കൊരു ആൻസർ പറയാൻ എനിക്ക് വിഷമമായത്. അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്തായാലും അത്രയും പെട്ടെന്ന് ഞാനൊരു മറുപടി തരാട്ടാൻ വന്നിട്ട് അരുൺ പോവുകയും ചെയ്തത്. ഇതൊക്കെ അയോട് കൂടിയിട്ട് ഇവൾ നേരിട്ട് വീണ്ടും ഡോക്ടറെ അടുത്തേക്ക് വന്നു. ഡോക്ടറെ അടുത്തേക്ക് വന്നിട്ട് ഇവൾ ഡേറ്റിംഗ് ആപ്പിൻ്റെ ആളായിട്ട് ബന്ധപ്പെടാൻ നോക്കിയതും അതുപോലെ തന്നെ അരുണായിട്ട് ബന്ധപ്പെടാൻ നോക്കിയതും ഇവളെ ഹരാസ് ചെയ്യാനായിട്ട് മാനേജർ വന്ന് ചോദിച്ചതും എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും. നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ ഏതൊരാളും നമ്മുടെ കിടപ്പറയിൽ ചെല്ലും. പിന്നെ നമുക്ക് മെമ്മറീസുകൾ നമ്മുടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ആവശ്യമില്ല. നമ്മുടെ പ്രസൻ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുക. നടന്നു വന്ന വഴി കൂടെ നമ്മൾ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഇത്രയും വഴി നമ്മൾ നടന്നല്ലോ, അതിലും ദുഃഖങ്ങളുണ്ടാവും, സന്തോഷങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. അതൊക്കെ നമുക്ക് ചിന്തിച്ചിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. നമുക്ക് മുന്നോട്ടുള്ള വഴി കൂടെ നടക്കുക. മുന്നിൽ ആരെ കണ്ട് അവരെ പരിചയപ്പെടുക, അത് കഴിഞ്ഞ് പിന്നെ ആരെ കണ്ട് അവരെ പരിചയപ്പെടുക. അതാണ് ജീവിതം, അതാണ് എൻജോയ് ചെയ്യണ ജീവിതം. അങ്ങനെ ജീവിക്കണം. അല്ലാണ്ട് നമ്മൾ ഒരു നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതെന്നെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. അങ്ങനെയാണ് ഈ പ്രാന്തന്മാരൊക്കെ കൂടുന്നത് നമ്മുടെ അവിടെ. അത് മറക്കുക. നിങ്ങൾക്കിപ്പോൾ അരുണായിട്ട് ബന്ധപ്പെടാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. നിങ്ങളതൊന്നും കൂടി അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ അടുത്ത് അങ്ങനെ ഇതും കേട്ട് പോകുന്നു. അതിന് വീട്ടിൽ വന്നിരുന്ന ഡോക്ടറെ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് എന്തായാലും വിളിക്കാത്ത എന്താണെന്ന് ചോദിച്ച് നോക്കുമ്പോൾ വേണ്ടിയിട്ട് അരുണിൻ്റെ വീട്ടിൽ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അരുൺ അവസാനമായിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഭാര്യനെ ഒന്നുകൂടി പിടിച്ചു നോക്കിയപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക്, നിങ്ങളെ വേണ്ടാന്നൊക്കെയുള്ള പരിപാടി നോക്കിയാണ് ഞാൻ നടക്കുന്നത്. നിങ്ങൾക്ക് സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം എന്നോടില്ല. നിങ്ങൾക്ക് ഇത് പൊന്തുമ്പോൾ മാത്രം നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തരാൻ എനിക്ക് സൗകര്യമില്ല എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യും. ഈ പരിപാടിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഹരാസ് ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് ഈഗ വരണം. ഈഗ വന്നതോടുകൂടിയിട്ട് ഇവൻ അപ്പം തന്നെ ഗേളിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഞാൻ റെഡിയാണ്, നമുക്ക് നാളെ പരിപാടി നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അവർ പരിപാടി നടത്താനായിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു പ്രത്യേക ഒരു സംഭവം ഉണ്ടായത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭർത്താവിൻ്റെ അച്ഛൻ അവിടെ വരാറുമില്ല, ഒന്നുമില്ല. ഒരു ദിവസം ഭർത്താവിൻ്റെ അച്ഛൻ ഈ പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ കാലത്ത് ഭർത്താവിൻ്റെ അച്ഛൻ ഇവിടെ വിളിച്ചിട്ട് ഇവിടെ വീട്ടിൽ വരിക. ഇവിടെ വീട്ടിൽ വന്നതോട് കൂടിയിട്ട് ഭർത്താവിൻ്റെ അച്ഛൻ ആകെ വിഷമമായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വീട് നിറച്ച് ഇയാളുടെ മകൻ്റെ ഓർമ്മകളായിട്ടാണ് അവൾ ജീവിക്കുന്നത് മനസ്സിലായി. ഫോട്ടോയിൽ ദിവസം പോയിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇതൊക്കെ കണ്ടോട് കൂടിയിട്ട് ഇയാൾക്ക് ഭയങ്കര വിഷമമായി. അന്ന് ആ കല്യാണത്തിന് അയാൾ എതിർപ്പ് നിന്നേരം അയാൾക്ക് ഒരുപാട് കുറ്റബോധമായി. ഇയാൾ എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, മോളെ എനിക്ക് തെറ്റുപറ്റി, നിൻ്റെ ആ ഒരു കാര്യത്തിന് ഞാൻ എതിർത്ത് നിന്നേരം എനിക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് അയാൾ ദുഃഖിച്ച് കരഞ്ഞിട്ടാണ് പോയത്. ഇത് കൂടി കട്ടോടുകൂടി വിളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ അരുൺ വരാമെന്ന് പറഞ്ഞ ദിവസം അന്നാണ് ഇവൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ടെൻഷനായി. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതോട് കൂടിയിട്ട് ഇവൾക്ക് മെൻ്റലി ഭയങ്കര പ്രഷറായി കൂടിയിട്ട് വേഗം അരുണിനെ വിളിച്ച് പറഞ്ഞു ഇന്ന് വരണ്ട കേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ മറന്നിട്ട് വീണ്ടും അരുണിനെ വിളിച്ച് പറഞ്ഞു നമുക്ക് ഇന്ന് കൂടാട്ടാന്ന് പറഞ്ഞു. അന്ന് അരുൺ വന്നു. ഇവരങ്ങോട്ട് ഈ ബെഡും നോക്കിയില്ല, സോഫയും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. ഭർത്താവ് കിടന്ന സ്ഥലത്ത് തന്നെ കിടന്നിട്ട് ഒരു നല്ല അസല് പരിപാടി നടത്തി, നല്ല അമേസിങ് പരിപാടി നടത്തി. ഒന്നല്ല രണ്ടല്ല 3 പരിപാടി ഇവർ നടത്തി. ഇവർക്ക് ഭയങ്കര സന്തോഷമായി. ഇവർക്ക് അയാൾക്കും വലിയ സന്തോഷമായി. ആൾക്ക് വീട്ടിൽ കിട്ടാത്തത് അതിനേക്കാളും കൂടുതൽ സ്നേഹം അവിടെ കിട്ടി. അത് കഴിഞ്ഞ് അയാൾ നേരം വെളുക്കുമ്പോൾ പോയി. അപ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ അവൾ സന്തോഷമായിട്ട് കിടന്നുറങ്ങി. പിന്നെയുള്ള ദിവസങ്ങൾ അവൾക്ക് പൂക്കാലായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഭർത്താവ് ജീവിച്ചിരുന്ന അതേ സന്തോഷമാണ് പിന്നെ അവിടെ നിന്ന് ജീവിതത്തിൽ മൊത്തം കിട്ടുന്നത്. ഇവളുള്ള സൗന്ദര്യം സംരക്ഷിച്ചു തുടങ്ങി, ഇവളുടെ ഡ്രസ്സ് സംരക്ഷിച്ചു തുടങ്ങി, ഇവൾ സൗന്ദര്യമായിട്ട് നടക്കണമെന്ന് തോന്നി. അരുൺ കാണാണ്ടല്ലോ എന്ന് തോന്നി. അരുണും അതുപോലെ തന്നെ ഒരു സ്ത്രീ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, ആ സ്ത്രീ എല്ലാം നമുക്ക് തന്നു. ആ സ്ത്രീനെ ഇംപ്രഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് അരുണും. അങ്ങനെ അവർ പരസ്പരം ബന്ധപ്പെട്ട് അവിടെ ഭാര്യയുണ്ട്, ഇവൾക്കാച്ച ഭർത്താവ് കല്യാണം കഴിക്കും വേണ്ട, ഇവർ സുഖമായിട്ട് പരിപാടി ചെയ്ത് നടന്നു. അങ്ങനെയാണ് ഇപ്പോൾ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഥ അവിടെ നിർത്തേണ്ടതുണ്ട്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.